ഹരിശ്രീഗണപതയേ നമഃ. അവിഘ്നമസ്തു. ശ്രീഗുരുഭ്യോ നമഃ. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകികോകിലം. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര ഹൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് വാൽമീകി രാമായണം സുന്ദരകാന്ഡം 54-ാമത്തെ സർഗം. ലങ്കാദഹനം. ലങ്കയെ ദഹിപ്പിക്കുന്നത്. വീക്ഷമാണസ്തോ ലങ്കാം കവീകൃതമനോരഥ വർദ്ധമാന സമുത്സാഹ ഹരിശേഷമചിന്തയത്. മനോരഥം സഫലമായതിനാൽ സന്തുഷ്ടനും ഉത്സാഹഭരിതനുമായ ഹനുമാൻ ലങ്കയെ നോക്കിക്കൊണ്ട് തുടർന്ന് ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചു. കിംനു വല്യവശിഷ്ടം മേ കർത്തവ്യം മിഹ സാമ്പ്രതം യഥേഷാം രക്ഷസാംഭൂയ സന്താപ ജനനം ഭവേത്. എനിക്കിനി ഇവിടെ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തുണ്ട്? ഈ രാക്ഷസർക്ക് ഇനിയും ദുഃഖമുണ്ടാക്കി തീർക്കുന്ന കർമ്മം എന്തായിരിക്കും? വനം താവ പ്രമദിതം പ്രകൃഷ്ട രാക്ഷസാഹതാഹ ബലേകദേശക്ഷപിത ശേഷം ദുർഗവിനാശനം. അശോകവനം നശിപ്പിച്ചു, കരുത്തരായ രാക്ഷസന്മാരെ വധിച്ചു, ഒരു സേനാവിഭാഗത്തെ തകർത്ത് തരിപ്പണമാക്കി. ഇനി കോട്ടയാണ് നശിപ്പിക്കുവാൻ ബാക്കിയുള്ളത്. ദുർഗേ വിനാശിതേ കർമ്മ ഭവേ സുഖപരിശ്രമം അല്പയത്നേന കാര്യസ്മിൻ മമസ്യ സബലശ്രമ. ഇക്കാര്യത്തിൽ അല്പം കൂടി പ്രയത്നിച്ച് കോട്ട തകർത്താൽ എൻ്റെ ശ്രമം സഫലമായി തീരും. എൻ്റെ പരിശ്രമം അറിയിക്കുന്ന ഫലം. യോ ഹൃദയം അമലാങ്കൂലേ ദീപ്യദേഹവ്യവാഹന അസ്യ തന്തർപ്പണം ന്യായം കർത്തുമേ ഭർഗ്രഹോത്തമേഹി. എൻ്റെ വാലിൽ ജ്വലിക്കുന്ന അഗ്നിക്ക് ഈ ഉത്തമഗ്രഹങ്ങൾ ഭക്ഷണമായി നൽകി അതിന് സംതൃപ്തി നൽകേണ്ടത് ന്യായമാണ്. അഗ്നി കുളിർമയോടെയാണ് വാല് കത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ തന്നോട് സ്നേഹമായിട്ട് വർത്തിക്കുന്ന അഗ്നിയെ ഉപചാരപൂർവ്വം സൽക്കരിക്കേണ്ടത് തൻ്റെ കർത്തവ്യമാണ് എന്ന് ഹനുമാൻ ചിന്തിക്കുന്നു. തത പ്രദീപ്തലാങ്കൂല സവിദ്യൂതിവതോ യഥാ ഭവനാഗ്രേഷു ലങ്കായ വിജചാര മഹാകവി. പിന്നെ മിന്നൽ പണരോടുകൂടിയ കാർമേഘം പോലെ കത്തുന്ന വാലോടുകൂടിയ മഹാകവി ലങ്കയിലെ മാളികകളുടെ മുകളിലൂടെ സഞ്ചരിച്ചു. ഗ്രഹാഗ്രഹം രാക്ഷസാനാം ഉദ്യാനാനി ജവാനര വീക്ഷമാണോ സംതൃപ്ത പ്രസാദാംസജാരസ. ആ വാനരൻ രാക്ഷസരുടെ ഉദ്യാനങ്ങളിലും മാളികകളിലും ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് എന്ന മറ്റിൽ നോട്ടമിട്ടുകൊണ്ട് സഞ്ചരിച്ചു. അവപ്ലുത്യ മഹാവേഗ പ്രഹസ്തസ്യ നിവേശനം അഗ്നിം തത്രൈവ നിക്ഷിപ്യ ശ്വസനേന സമോബലി. തതോന്യത് പുപ്ലവേ വേശ്മാ മഹാപാർശ്വസ്യ വീര്യവാൻ മുമോജ ഹനുമാനഗ്നിം കാലാനലസിഗോപമം. ബലവാനും വീരനുമായ ഹനുമാൻ വായുതുല്യമായ വേഗത്തോടും ഉത്സാഹത്തോടും കൂടി പ്രഹസ്തന്റെ മാളികയിലേക്ക് കുതിച്ച് ചാടി അതിന് തീവച്ചു. അവിടെ നിന്നും കുതിച്ച് മഹാപാർശ്വന്റെ മാളികയിലും പ്രളയാഗ്നി ജ്വാല പോലുള്ള അഗ്നി കൊളുത്തിവിട്ടു. വജ്രതം തഥാ പുപ്ലുവേ സമഹാകവി സുഖസ്യാജ മഹാതേജ സാരണസ്യ ജദീമത തഥാ ചേന്ദ്രജിതോ വേശ്മ ദതാഹ ഹരിയൂതഭാഹ. വാനര സേനാധിപനും തേജസ്വിയുമായ ആ മഹാകവി അതേപോലെ വജ്രദംഷ്ടൻ, ശുഗൻ, സാരണൻ, ഇന്ദ്രജിത്ത് എന്നിവരുടെ മാളികകളിലും ചാടിയെത്തി അവയ്ക്കും തീ കൊളുത്തി. ജംബുമാലേ സുമാലേശ്ച ദദാഹ ഭവനം ദദാ. പിന്നെ ജംബുമാലി, സുമാലി എന്നിവരുടെ ഭവനങ്ങളും അഗ്നിക്ക് ഇരയാക്കി. യസ്മികേതോശ്ച ഭവനം സൂര്യശത്രോസ്തദേവജ ഹ്രസ്വകർണസ്യ ദംഷ്ടസ്യ രോമസ്യ ജരാക്ഷസ യുദ്ധോൻ മത്തസ്യ ധ്വജഗ്രീവസ്യ രക്ഷസ വിദ്യുജ്ജുഹസ്യ ഘോരസ്യ തഥാ ഹസ്തിമുഖസ്യ ച കരാളസ്യ പിശാചസ്യ ശോണിദാക്ഷസ്യ ജൈവഹി കുംഭകർണസ്യ ഭവനം മകരാക്ഷസ്യ ജൈവഹി യജ്ഞശത്രോശ്ച ഭവനം ബ്രഹ്മശത്രോസ്തദൈവജ നരാന്തകസ്യ കുംഭസ്യ നികുംഭസ്യ ദുരാത്മന വർജയിത്വാ മഹാതേജ വിഭീഷണഗൃഹം പ്രതി
ക്രമേണൈവ ദദാഹ ഹരിപുങ്കവ. മഹാതേജസ്വിയായ ഹനുമാൻ രശ്മികേതു, സൂര്യശത്രു, ഹ്രസ്വകർണൻ, ദംഷ്ട്രൻ, രോമശൻ, യുദ്ധോന്മത്തൻ, ധ്വജഗ്രീവൻ എന്ന രാക്ഷസൻ, വിദ്യുജിഹ്വൻ, അസ്ഥിമുഖൻ, കരാളൻ, പിശാചൻ, ശോണിതാക്ഷൻ, കുംഭകർണൻ, മകരാക്ഷൻ, യജ്ഞശത്രു, ബ്രഹ്മശത്രു, നികുംബൻ, നരാന്തകൻ, കുംഭൻ എന്നീ ദുരാത്മാക്കളായ രാക്ഷസന്മാരുടെ ഭവനങ്ങൾ വരിയായി നടന്നുകൊണ്ട് ദഹിപ്പിച്ചു. എന്നാൽ വിഭീഷണ ഭവനം മാത്രം അദ്ദേഹം അതിൽ നിന്നും ഒഴിവാക്കി. സാത്വികനും ആസ്തികനും സൽക്കർമ്മ നിരതനുമാണ് വിഭീഷണൻ എന്നറിയാവുന്നത് കൊണ്ടാണ് ഹനുമാൻ അദ്ദേഹത്തിന്റെ ഗ്രഹത്തെ അഗ്നിദഹനത്തിൽ നിന്നും മാറ്റി നിർത്തിയത്. തേഷു തേഷു മഹാർഹേഷു ഭവനേഷു മഹായശാഃ ഗൃഹേഷോദ്യമതാമൃദ്ധിം ദദാഹ സമഹാകവി. മഹായശസ്വിയായ വീരൻ സമ്പന്നരുടെ വിലപ്പെട്ട വീടുകളും മണിമന്ദിരങ്ങളും ചുട്ടരിച്ച് അവിടങ്ങളിലുള്ള സമ്പത്തും മറ്റൈശ്വര്യങ്ങളും ഭസ്മമാക്കി. സർവേഷാം സമതിക്രമ്യ രാക്ഷസേന്ദ്രസ്യ വീര്യവാൻ ആസദാദാതലക്ഷ്മീവാൻ രാവണസ്യ നിവേശനം. ധീരനായ വീരൻ മേൽപ്പറഞ്ഞവയെല്ലാം നശിപ്പിച്ച ശേഷം രാക്ഷസ രാജാവായ രാവണന്റെ അരമനയിൽ വന്നെത്തി. തസ്മിൻ ഗൃഹേ മുഖ്യേ നാനാരത്ന വിഭൂഷിതേ മേരുസന്ദരസങ്കാശേ സർവമംഗളശോഭിതേ പ്രദീപ്തം അഗ്നി മുത്സിജ്യ ലാംഗൂലാഗ്രേ പ്രതിഷ്ഠിതം നനാദ ഹനുമാൻ വീരോ യുഗാന്ത ജലദോ യഥാ. വീരനായ ഹനുമാൻ മേരു മന്ദരഗിരികൾക്ക് തുല്യമായതും വിവിധ മംഗളവസ്തുക്കളാൽ ശോഭിക്കുന്നതും നാനാരത്നങ്ങളാൽ അലങ്കരിക്കപ്പെട്ടതുമായ പ്രമുഖ ഗ്രഹം പുച്ഛാഗ്രജടിതമായ അഗ്നിക്ക് ഭക്ഷണമായി നൽകി. സന്തോഷത്താൽ പ്രളയകാലമേഘം പോലെ ഗർജിച്ചു. ശ്വസനേന ച സംയോഗാത് അതിവേഗോ മഹാബല കാലാഗ്നേരിവജ്വാല പ്രാവർത്തത ഹുദാശന. കാറ്റിന്റെ സഹായത്താൽ അത്യുഗ്രമായും ശക്തമായും ആളിക്കത്തിയ ആ അഗ്നി പ്രളയകാലാഗ്നി പോലെ ജ്വലിച്ചുയർന്നു. പ്രദീപ്തമഗ്നിം ഭവനസ്തേഷു ഭീഷ്മസ്വചാരയത് അഭ്യൂച്ഛ്വസന സംയോഗാത് അതിവേഗോ ഹുദാശന. ആ വീടുകളിൽ ജ്വലിച്ചുയർന്ന അഗ്നി കാറ്റുകൊണ്ട് പടർന്നു പിടിച്ചു. അതങ്ങനെ ആളിക്കത്തിക്കൊണ്ടിരുന്നു. താനി കാഞ്ചനജാലാനി മുക്ത മണിമയാനിജ ഭവാനാന്യവശീര്യന്ത രത്നവന്തി മഹാന്തിജ. സ്വർണനിർമ്മിതങ്ങളായ ജാലകങ്ങളോട് കൂടിയവയും മുത്തും രത്നങ്ങളും പതിച്ചവയും അമൂല്യ വസ്തു സമ്പന്നവും ഭീമാകാരവുമായ ആ ഭവനങ്ങൾ പൊട്ടിച്ചിതറി. താനി ഭഗ്നവിമാനാനി നിബേദൂർവസുധാതലേ ഭവനാദീവ സിദ്ധാനാം അംബരാത് പുണ്യസംശയേ. പുണ്യക്ഷയിക്കുമ്പോൾ സിദ്ധന്മാരുടെ ഭവനങ്ങൾ ആകാശത്തിൽ നിന്ന് പതിക്കും പോലെ 7 നില മണിമാളികകൾ ഇടിഞ്ഞു തകർന്ന് നിലംപൊത്തി. സംയജ്ഞേ തു മൂലശബ്ദോ രാക്ഷസാനാം പ്രതാപതാം സേസേ ഗ്രഹപരിത്രാണേ ഭഗ്നോത്സാഹഗതശ്രിയാം നൂനമേഷോഗ്നിരായാത കവിരൂപേണ ഹായിതി. ധൈര്യം നഷ്ടപ്പെട്ടവരും അവനവന്റെ വീട് രക്ഷിക്കുന്നതിന് നാലുപാടും ഓടുന്നവരുമായ രാക്ഷസന്മാരുടെ അയ്യോ ഇതാ അഗ്നി വാനരൂപം എടുത്ത് വന്നിരിക്കുന്നു എന്ന് ഉച്ചത്തിലുള്ള നിലവിളി അവിടെ മുഴങ്ങി. ക്രന്ദന്ത്യ സഹസാഭേദോ സ്തനന്തയധരാസ്ത്രിയ കാശ്യത് അഗ്നിപരീത്യേഭ്യോ ഹർമേഭ്യോ മുക്തമൂർധജ. പേടിച്ച് നിലവിളിക്കുന്നവരും ചിതറിയ മുടിയോടുകൂടിയവരുമായ ചില സ്ത്രീകൾ കുട്ടികളെ എടുത്ത് തീയാളുന്ന മാളികകളിൽ നിന്ന് പരിഭ്രമിച്ച് താഴോട്ട് ചാടി. പതന്ത്യോരേജിരേ ബ്രേദ്യ സൗദാമിന്യൈവാംബരാത്. ആകാശത്തിൽ മേഘങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന മിന്നൽ പിണർ പോലെ മാളിക മുകളിൽ നിന്ന് താഴെ വീഴുന്ന ആ പെൺകുടികൾ ശോഭിച്ചു. വജ്രവിദ്രുമ വൈഡൂര്യ മുക്ത രജത സംഹിതാൻ വിചിത്രാൻ ഭവനാണ്ടാതൂൻ സന്തമാനാണ്ടദർശസ. വജ്രം, പവിഴം, മുത്ത്, വൈഡൂര്യം, വെള്ളി എന്നിവയാൽ അലങ്കൃതങ്ങളായ ഭംഗിയാർന്ന ഭവനങ്ങൾ അഗ്നിയിൽ ഉരുകി ഒഴുകുന്ന ധാതുക്കളായി ഹനുമാൻ കണ്ടു. നാഗ്നി സന്തൃപ്യതി കാഷ്ടാനാം തൃണാനാം ജയദാതത ഹനുമാൻ രാക്ഷസേന്ദ്രാണാം അതേ കിഞ്ചിന്ന തൃപ്യതി. പുല്ലും മരങ്ങളും തിന്ന് തീരെ തൃപ്തി വരാത്തതുപോലെ ഹനുമാനും രാക്ഷസേന്ദ്രന്മാരുടെ വധം കൊണ്ട് മാത്രം തൃപ്തനായില്ല. ന ഹനുമദ് വിശസ്താനാം രാക്ഷസാനാം വസുന്ധര. ഹനുമാനാൽ വധിക്കപ്പെട്ട രാക്ഷസന്മാരെ കൊണ്ട് ഭൂമിദേവിയും സംതൃപ്തയായില്ല.
ക്വചിത് കിംസുഖസങ്കാശ ക്വചിത് ചാൽമലിസന്നിഭ ക്വചിത് കുങ്കുമസങ്കാശ ശിഖ മന്യേശ്ചകാശിരേ. അഗ്നിജ്വാലകൾ ചില ദിക്കിൽ പ്ലാസിൻ പൂ പോലെയും ചിലയിടത്ത് തെച്ചിപ്പൂ പോലെയും ചിലയിടത്ത് കുങ്കുമപ്പൂ പോലെയും പ്രശോഭിച്ചു. അഗ്നിക്ക് ഇരയാവുന്ന വസ്തുവിൻ്റെ സ്വഭാവം അനുസരിച്ചാണ് അഗ്നിജ്വാലകൾക്ക് നിറവേദം സംഭവിക്കുന്നത് എന്ന് സാരം. ഹനുമതാ വേഗവതാവാനരേണ മഹാത്മന ലങ്കാപുരം പ്രദഗ്ധം ദദ് രുദ്രേണ ത്രിപുരം യഥാ. ശിവൻ ഉപ്പുരം എന്ന പോലെ വേഗവാനും മഹാത്മാവുമായ ഹനുമാൻ ലങ്കാനഗരം മുഴുവൻ ചുട്ടുചാമ്പലാക്കി. തതസ്തു ലങ്കാപുരപർവ്വതാഗ്രേ സമുത്തിതോ ഭീമപരാക്രമോഗ്നേ പ്രസാര്യ ചൂടാവലയം പ്രദീപ്തോ ഹനുമതാ വേഗവതാ പ്രതിഷ്ഠ. പ്രഗത്ഭനായ ഹനുമാൻ കൊളുത്തിവിട്ട അഗ്നി കത്തിക്കാളി ജ്വലിച്ച് ലങ്കാനഗരി സ്ഥിതി ചെയ്യുന്ന ത്രികൂടാചലത്തിൻ്റെ കൊടുമുടിയോളം ഉയർന്നു. യുഗാന്തകാലാനലതുല്യവേഗ സമാരുതോഗ്നിർ വവൃതേതി വിസ്പൃഗ് വിധൂമരശ്മിർഭവനേഷു സക്തോ യക്ഷശരീരാജ സമർപ്പിതാച്ച്. കാറ്റടിച്ച് വീടുകളിൽ പടർന്നു പിടിച്ച അഗ്നി പുകയില്ലാതെ ജ്വലിച്ചുയർന്നു. രാക്ഷസ ശരീരങ്ങളാകുന്ന ഹോമദ്രവ്യം കൊണ്ട് കത്തിയാളുന്നത് പ്രളയകാലാഗ്നി പോലെ സർവസംഹാര ശക്തിയോടെ ആകാശമുട്ടുമാറ് പൊങ്ങി. ആദിത്യകോടി സദൃശസ്സുതേജ ലങ്കാം സമാപ്താം പരിവാര്യദുഷ്ടൻ ശബ്ദേരനേകേരശനി പ്രരൂഢേർ ബിന്ധന്നിവാണ്ഡം പ്രഭവോ മഹാഗ്നേ. ലങ്ക മുഴുവൻ പടർന്നു പിടിച്ച് കോടി സൂര്യ സദൃശം പ്രകാശിച്ചിരുന്ന ആ തീ ഇടിവെട്ടും പോലെ ബ്രഹ്മാണ്ടം പിളർക്കുമാറുള്ള പല പല ശബ്ദങ്ങളോടെ തിളങ്ങി. തത്രാംബരാത് അഗ്നിരതി പ്രവൃദ്ധോ വൃക്ഷപ്രഭക്കിം സുഖപുഷ്പചൂട നിർവാണധൂമാകുലരാജയശ്ച നീരോൽപലാഭ പ്രജകാശിരേബ്ര. തീക്ഷ്ണകാന്തിയോടുകൂടി ജ്വലിച്ചുയർന്ന ആ തീ അപ്പോൾ പ്ലാസിൻ പൂ പോലെ വിളങ്ങി. കെടാറായ തീയിൽ നിന്നുയർന്ന പുക പടലങ്ങളോടുകൂടിയ മേഘങ്ങൾ ആകാശത്തിൽ നീലോത്പലം പോലെ ശോഭിച്ചു. അധ്യാത്മരാമായണം കളിപ്പാട്ടിലെ ലങ്കാദഹനവും നാരീജന വിലാപവും വർണ്ണിച്ചിട്ടുള്ളത് സംക്ഷിപ്തമായിട്ടാണെങ്കിലും ഏറ്റവും മനോഹരമായിട്ടുണ്ട്. അതും കൂടി നമുക്കൊന്ന് നോക്കാം. ചരമഗിരിഗോപുരാഗ്രേ വായുവേഗേന ചാടിനാൻ വാഹകന്മാരെയും കൊന്നവൻ ഉടുപതിയൊടുരസുമട ഉയരമിയലുന്ന രത്നോത്തുംഗ സൗദാഗ്രമേറിമേ വീടിനാൻ ഉദവാസിത നികരമുടനുടനുപരിവേഗമോടുൾപ്ലുത്യ പിന്നെയും ഉൾപ്ലുത്യ സത്വരം കനകമണിമയ നിലയം അഖിലനിലാത്മജൻ കത്തിച്ചു വർദ്ധിച്ചിതഗ്നിയും പ്രകൃതി ചപലതയൊടവനജലമോരോ മണി പ്രസാദജാലങ്ങൾ ചുട്ടു തുടങ്ങിനാൻ ഗജതുരകരഥബലപദാദികൾ ഭക്തിയും ഗമ്യങ്ങളായുള്ള രമ്യഹർമ്യങ്ങളും അനലശിഖകളും അനിലസുതഹൃദയവും തെളിഞ്ഞാഹന്ത വിഷ്ണു പദം ഗമിച്ചു തഥാ. വിഭുതപതിയൊടു നിശിചരാലയം വെന്തൊരു വൃത്താന്തമെല്ലാം അറിയിച്ചു കൊള്ളുവാൻ അഹമഹമികാദിയ പാവകജ്വാലകൾ അമ്പരത്തോളം ഉയർന്നു ചെന്നു തഥാ. ഭുവനതല ഗതവിമല ദിവ്യരത്നങ്ങളാൽ ഭൂതിപരിപൂർണമായുള്ള ലങ്കയും പുനരനില സുതനിധി ദഹിപ്പിച്ചിതെങ്കിലും ഭൂതിപരിപൂർണമായി വന്നിതത്ഭുതം. ഇതിൽ വിഷ്ണുപദം എന്ന ശേഷം വിഭുതപതിയോടു ജന്നുതത എന്ന 4 വരികളിലെ ഉൾപ്രേക്ഷ എന്നിവയുടെ സ്വാരസ്യം ഏറ്റവും ഹൃദ്യമായിട്ട് തോന്നും. തീ പിടിച്ച് വെന്ത ശരീരത്തോടു കൂടിയ രാക്ഷസികളുടെ വിലാപം കൂടി ഒന്ന് നമുക്ക് നോക്കാം. ചിഗുരപരവസനചരണാദികൾ വെന്താശുജീവനും വേർപെട്ടു ഭൂപതിക്കയും ഉരുകിയുടനുഴറിയലറിപ്പാഞ്ഞു ഉന്നതമായ സൗധങ്ങളിലേറിയും ദഹനനുടൻ അവിടെയുമടുത്തു ദഹിപ്പിച്ചു താഴത്തു വീണു പിടഞ്ഞു മരിക്കയും മമതനയ രമണ ജനക പ്രാണനാഥ മാമകം കർമ്മമയ്യോ മമ ദൈവമേ മരണമുടനുടലുരുകി മുറുകി വരികെന്നതു മാറ്റുവാനാരുമില്ലയ്യോ ശിവ ശിവ ദുരിതമിതു രജനിചരവര വിരചിതം ദൃഢം മറ്റൊരു കാരണം ഇല്ലിതേതുമേ.
പരതനവും അമിതപരതാരങ്ങളും ബലാൽ പാപീതശാസ്യൻ പരിഗ്രഹിച്ചാൻ തുലോം അറികിൽ അനുചിതമതുമതേന ചെയ്തിടായ്വിൻ ആരും അതിൻ്റെ ഫലമിതു നിർണയം. മനുജതരുണിയെ ഒരു മഹാപാപി കാമിച്ചു മറ്റുള്ളവർക്കും ആപത്തായതിങ്ങനെ സുഹൃത ദുരിതങ്ങളും കാര്യവും സൂക്ഷിച്ചു ചെയ്തു കൊള്ളേണം ബുധജനം. മതനശരപരവശതയൊടു ചപലനായിവൻ മാഹാത്മ്യമുള്ള പതിവ്രതമാരെയും കരകൊലമോടനുദിനമണഞ്ഞു പിടിച്ചതീ കാമി ചാരിത്രഭംഗം വരുത്തിയിടിനാൻ. അവർ മനസ്സിമരുവിന തപോമയ പാവകൻ അദ്യരാജേ പെട്ടിതു കേവലം. രാക്ഷസികളുടെ മനസ്സിലുള്ള രാവണനെ കുറിച്ചുള്ള ഒരു അഭിപ്രായമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. വജ്രീ മഹേന്ദ്രസ്ഥിതശേശ്വരോ വാ സാക്ഷാദ്യമോ വാ വരുണാനിലോ വാ രുദ്രോഗ്നിരർക്കോദനതശ്ച സോമോ നവാനരോയം സ്വയമേവ കാല കിം ബ്രഹ്മണഃ സർവപിതാമഹസ്യ സർവസ്യ ധാതുശ്ചതുരാനനസ്യ ഇഹാഗതോ വാനരരൂപധാരി രക്ഷോപസംഹാരകരപ്രകോപ കിം വൈഷ്ണവം വാ കവിരൂപമേത്യ രക്ഷോ വിനാശായ പരം സുതേജ അനന്തമവ്യക്തമചിന്യമേകം സ്വമായയാ സാമ്പ്രതമാഗതം വാ ഇത്യേവമൂജുർബഹവോ വിശിഷ്ട രക്ഷോഗണാ തത്ര സമേത്യ സർവേ സപ്രാണിസംഗാം സഗൃഹാം സവൃക്ഷാം ദഗ്ധാംബുരിം താം സഹസാ സമീക്ഷ്യ. പലതരം വൃക്ഷങ്ങൾ, വീടുകൾ, മണിമാളികകൾ, പലതരം ജീവജാലങ്ങൾ എന്നിവയോടുകൂടിയ ലങ്കാനഗരം ഒന്നിച്ചു കത്തിജ്വലിച്ച് നശിക്കുന്നത് കണ്ട വിശിഷ്ടരായ പല രാക്ഷസരും ഒത്തുചേർന്ന് ഇപ്രകാരം സംഭാഷണം ചെയ്തു. ഇവൻ വജ്രപാണിയും ദേവരാജ്യവുമായി ഇന്ദ്രനാണോ? സാക്ഷാൽ യമധർമ്മനാണോ? വരുണനോ വായുവോ രുദ്രനോ അഗ്നിയോ? ആരാണ് ഇവൻ? അതോ സൂര്യനോ ചന്ദ്രനോ കുബേരനോ? ഇവൻ പ്രത്യക്ഷപ്പെട്ട സാക്ഷാൽ കാലം തന്നെ, വാനരനല്ല. സൃഷ്ടികർത്താവും ചതുർമുഖനും പിതാമഹനുമായ ബ്രഹ്മാവിൻ്റെ കോപം രാക്ഷസ വംശനാശത്തിനായി വാനരൂപം ധരിച്ചു വന്നതാണ് എന്ന് തോന്നുന്നു. അനന്തവും അവ്യക്തവും അചിന്ത്യവും ഏകവും ഉത്കൃഷ്ടവുമായ വൈഷ്ണവ മഹാശക്തി രാക്ഷസ വംശനാശത്തിനായി സ്വന്തം മായ കൊണ്ട് കവിരൂപം ധരിച്ചു വന്നതായിരിക്കുമോ? തതസ്തു ലങ്കാ സഹസാ പ്രദഗ്ധ സരാക്ഷസാ ശരദാ സനാഗ സപറ്റി സംഗാ സമൃഗാ സവൃക്ഷാരുരോദീനാ തുമൂലം സശബ്ദം. കത്തിക്കാളി ദയിച്ചുകൊണ്ടിരിക്കുന്ന ലങ്കാനഗരത്തിൽ അകപ്പെട്ടുപോയ രാക്ഷസർ കുതിരകൾ, ആനകൾ, പലതരം പക്ഷികൾ, മൃഗങ്ങൾ എന്നിവയുടെ ദീനദീനമായ വിലാപം ഉയർന്നു കേട്ടു. ആദാദഹ പുത്ര കാന്തമിത്രാഹ ജീവിതം ഭോഗയുധം സുപുഷ്പം രക്ഷോഭിദേവം ബഹുധാ ഭുവദ്ഭേ ശബ്ദകൃതോ ഘോരധരസ്സു ഭീമ. അച്ഛാ, മകനെ, പ്രാണനാഥ, സ്നേഹിത, സർവസുഖസമ്പൂർണമായ ജീവിതം ഇമ്മട്ടിൽ തകർന്നു പോയല്ലോ. ഇങ്ങനെ പലതും വിളിച്ചു പറഞ്ഞ് രാക്ഷസർ ഭയങ്കരമായി മുറവിളി കൂട്ടി. ഉദാശനജ്വാലസമാവൃതാസ ഹതപ്രവീര പരിവൃത്തയോധ അനുമതക്രോധബലാവിഭൂത ബഭൂവശാഭൂവഹദേവലിംഗ. ഹനുമാന്റെ കോപത്താൽ അഗ്നിജ്വാല പടർന്നു പിടിച്ച് വാനരന്മാരും യോദ്ധാക്കളും 10 ചത്തൊടുങ്ങിയ ലങ്കാനഗരം ശാപഗ്രസ്തമായ പ്രദേശം പോലെ ആയിത്തീർന്നു. സംഭ്രമത്രസ്തവിഷണ്ണരക്ഷസാം സമുജ്വലജ്വാലഹുദാശനാങ്കിതാം ദദർശലങ്കാം ഹനുമാൻ മഹാമനാ സ്വയം ഭുവോ ഭോപഹതാമിവാവനിം. കത്തിയാളുന്ന അഗ്നി കണ്ട് ഭയസംഭ്രാന്തരായ രാക്ഷസരോടുകൂടിയ ലങ്കാനഗരം സ്വയംഭൂവിൻ്റെ അതായത് ശിവൻ കോപത്താൽ നശിച്ചുപോയ ഭൂലോകമെന്ന മട്ടിൽ മഹാമനസ്കനായ ഹനുമാൻ കണ്ടു. ഭക്ത്വാവനം പാദവരത്നസങ്കുലം ഹത്വാതുരക്ഷാംസി മഹാന്തി സംയുഗേ ദഗ്ധ്വാ പുരീം താം ഗൃഹരത്നമാലിനീം തസ്ഥോ ഹനുമാൻ പവനാത്മജകവി. വിശിഷ്ട വൃക്ഷനിബിഡമായ അശോകവനിക തകർത്ത് രണചതുരന്മാരായ രാക്ഷസരെ വധിച്ച് വരിവരിയായി നിരയൊപ്പിച്ചുള്ള മണിമഞ്ജരങ്ങൾ നിറഞ്ഞ ലങ്കാനഗരം ദഹിപ്പിച്ച് വായുപുത്രനായ ഹനുമാൻ അല്പനേരം സ്വസ്ഥനായി ഇരുന്നു. ത്രികൂടശൃംഗാഗ്രതലേ വിചിത്രേ പ്രതിഷ്ഠിതോ വാനരരാജസിംഹ പ്രദീപ്തലാംഗൂലകൃതാർച്ചിമാലി വരാജതാദിത്യ ഹിവാംശുമാലി. പാലറ്റത്ത് ആളികത്തിയിരുന്ന അഗ്നിയോടുകൂടിയവനും ത്രികൂടപർവ്വത ശിഖരത്തിൽ
നിൽക്കുന്നവനുമായ ഹനുമാൻ സഹസ്രകിരണനായ ആദിത്യരെ പോലെ ശോഭിച്ചു. സരാക്ഷസാംസ്ഥാൻ സുബഹൂംശ്ച ഹത്വാ വനം ഭക്ത്വാ ബഹുപാതപം തദ് വിസൃജ്യ രക്ഷോ ഭവനേഷു ജാഗ്നിം ജഗാമ രാമം മനസാ മഹാത്മാ. മഹാത്മാവായ ഹനുമാൻ വൃക്ഷനിബിഡമായ ആ വനം തകർത്ത് നിരവധി രാക്ഷസരെ വധിച്ച് രാക്ഷസഭവനങ്ങൾ തീകൊളുത്തി നശിപ്പിച്ച് ഉടനെ ശ്രീരാമനെ മനസ്സിൽ ധ്യാനിച്ചു. തതസ്തുതം വാനരവീരമുഖ്യം മഹാബലം മാരുതതുല്യവേഗം മഹാമതിം വായുസുതം വരിഷ്ഠം പൃഥുഷ്ടുപുർദേവഗണാശ്ച സർവേ. അപ്പോൾ മഹാബലവാനും വായുതുല്യവേഗനും അതിബുദ്ധിമാനും ശ്രേഷ്ഠനുമായ വായുപുത്രനെ സർവദേവന്മാരും സ്തുതിച്ചു. ഭക്ത്വാ വനം മഹാതേജ ഹത്വാ രക്ഷാംസി സംയുഗേ ദഗ്ധ്വാ ലങ്കാപുരീം രമ്യാം രരാജാസ മഹാകവേ. വനം തകർത്ത രാക്ഷസരെ കൊന്ന് മനോഹരമായ ലങ്കയെ ദയിപ്പിച്ച ആ മഹാകവി അതിതേജസ്വിയായി വിരാജിച്ചു. ലങ്കാം സമസ്തം സന്ദീപ്യ ലാംഗൂലാഗ്നിം മഹാബല നിർവാപയാമാസ തഥാ സമുദ്രേ ഹരിതത്തമ. ലങ്ക മുഴുവൻ അഗ്നിക്കിരയാക്കിയ ശേഷം മഹാബലിയായ ഹനുമാൻ വാലറ്റത്ത് എരിയുന്ന അഗ്നിയെ സമുദ്രജലത്തിൽ മുക്കിക്കെടുത്തി. തം ദൃഷ്ട്വാ വാനരശ്രേഷ്ഠം ഹനുമന്തം മഹാകവിം കാലാഗ്നേരിതി സഞ്ചിന്യ സർവഭൂതാനി തത്രസു. മഹാകവിയും വാനരോത്തമനുമായ ഹനുമാനെ കണ്ട് സകല ജീവജാലങ്ങളും പ്രളയാഗ്നിയാണ് എന്ന് വിചാരിച്ച് പേടിച്ചു പറച്ചു. ദേവാംശ സർവേ മുനിപുങ്കവാംശ ഗന്ധർവ വിദ്യാധരനാഗയക്ഷ ഭൂതാനി സർവാണി മഹാന്തി തത്ര ജഗ്മൂ പരാം പ്രീതിമതുല്യരൂപാം. സകല ദേവന്മാരും ഋഷികളും ഗന്ധർവന്മാരും വിദ്യാധരന്മാരും നാഗങ്ങളും യക്ഷഗണങ്ങളും മഹാഭൂതങ്ങളും ഹനുമാന്റെ കർമ്മം കണ്ട്, അതായത് ഈ ലങ്കാദഹനം കണ്ട് അതിയായ ആനന്ദത്തിൽ ആറാടി. ഇത്യാശ്രേ ശ്രീമദ് രാമായണേ വാൽമീകിയേ ആദികാവ്യേ സുന്ദരകാണ്ഡേ ചതുപഞ്ചാശ സർഗ. 54ാമത്തെ സർഗം ഇവിടെ അവസാനിച്ചു. എല്ലാവർക്കും നമസ്കാരം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.